ഇതാ നീരായി പാലാഴിയായി ഒരു നോക്കിൽ വിരിയും പൊന്നൂക്കളായി ഓടങ്ങളെ ഓടങ്ങളായി കന്നിയോടങ്ങൾ കന്നിയോടങ്ങളായി ഓടങ്ങളെ 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 ഓടങ്ങളെ. ഹായ് മക്കളെ, അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അമ്മ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പറയുന്നത് ഇഡലിയും സാമ്പാറുമാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടി അമ്മ ഉള്ളി, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അമ്മ താളിക്കുകയാണ്. പിന്നെ നമ്മൾ കട്ടൻ ചായ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് വേവിച്ച് വെച്ച് ഇഡലി വിഴുങ്ങാൻ പോകും. ഇഡലി വിഴുങ്ങാനായിട്ട് അമ്മ മാവ് വയ്ക്കുകയാണ്. ഇനി സാമ്പാറല്ലാതെ ഇഡലിക്ക് മാവ് വയ്ക്കുകയാണ് അമ്മ. ഇഡലിക്ക് 2 കട്ടത്തിരി മതി നമുക്ക്. ഇതിനുള്ള മാവ് എല്ലാ മക്കളും ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അമ്മ ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കുറച്ച് ദൂരെയാണ്. അമ്മ അതിൻ്റെ വീഡിയോയിൽ അമ്മ പോകുന്ന ഏതാണെന്ന് വെച്ചാൽ വീഡിയോയില്ല. ഇതിലേക്ക് മാവ് വെച്ച് അടച്ചു വെച്ച് അപ്പം നമ്മുടെ സാമ്പാറിന് അമ്മ ഇത് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ സാമ്പാറിന്. സാമ്പാർ പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇത്ര ഇട്ട് ചെറിയ തീയിലിട്ട് അമ്മ അത് മൂപ്പിക്കുക. സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മളൊക്കെ വറുത്ത സാധനമാണ്. ഇത്ര ഇട്ട് ചെറിയ രീതിയിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അമ്മ സാമ്പാറിന് അമ്മ കഷ്ണങ്ങൾ വേവിച്ചത് വളരെ കുഞ്ഞു ചെറിയ കഷ്ണങ്ങൾ 2-3 കഷ്ണങ്ങൾ അമ്മ വേവിച്ച് ഒത്തിരി കഷ്ണങ്ങൾ കൊണ്ട് വേവിച്ചത്. അതിട്ട് നല്ലപോലെ ഇളക്കി നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കുക. കായം ചേർത്ത് തക്കാളി, കിഴങ്ങ്, ചേന, ഇച്ചിരി മത്തങ്ങ, ഇത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് സാമ്പാറിന്. ഇത് പരിപ്പ്, ഇത് ഇവിടെ കളറ് നല്ലവണ്ണം തിളക്കണം. ഉപ്പ് നോക്കട്ടെ, ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ് കൂടെ വരുവാണ്. ഉപ്പ് കുറവായിരുന്നു. നല്ല സാമ്പാറാണ്. സാമ്പാർ പൊടി സാധാരണ അമ്മ കടയിൽ നിന്ന് വാങ്ങാൻ ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ അമ്മ സാമ്പാർ പൊടി അമ്മ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പം ഒരുപാട് ദിവസം സാമ്പാർ പൊടി ഉണ്ടാക്കി. ഇപ്പം അമ്മ ഇന്നാണ് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത്, സാമ്പാർ ഉണ്ടാക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം. നമ്മുടെ പഴയകാല രീതിയില്ല, അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നോക്കട്ടെ വിട്ടു കൊണ്ട് അപ്പം അത് ചെറിയ രീതിയിലാണ് അതൊന്ന് തിളച്ചത് കൊടുക്കട്ടെ. അപ്പോൾ അമ്മ ഇഡലി പുഴുങ്ങി സാമ്പാറും ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് വിളമ്പാൻ പോവുകയാണ്. ഇഡലി ഭയങ്കരമായിട്ട് വിളമ്പാൻ പോവുകയാണ്. ചൂടിഡലിയാണ്. പിന്നെ ചൂടിഡലിയും ഇതാ നല്ല സാമ്പാർ.
നല്ല സാമ്പാർ, ചൂടിടലി സാമ്പാർ. അപ്പോൾ ഇത് അമ്മ കഴിക്കട്ടെ. നല്ല പഞ്ഞിയോടെ ചുരുങ്ങി സാമ്പാറിന് നോക്കി നല്ല ചൂടുണ്ട് കേട്ടോ. കൊള്ളാം. അപ്പം അമ്മ ഇഡ്ഡലി കഴിച്ചിട്ടേ അപ്പോൾ കുളിച്ചിട്ട് യാത്ര പോവാണ്. ബാക്കി അമ്മ യാത്ര പോകുമ്പോൾ കാണിക്കാം എവിടെ പോകുന്നതിന് കേട്ടാ. അപ്പോഴേ മക്കളെ അമ്മ കുളിച്ച് വൃത്തിയായി ഇറങ്ങാൻ പോവാണ്. ബാക്കി കാഴ്ചകൾ അമ്മ പോകുന്ന സ്ഥലമെല്ലാം കാണിച്ചു തരാം. വാ മക്കളെ, അമ്മ താണ്ടെ നമ്മുടെ പ്രശസ്തമായ മൂന്നാംകുറ്റി ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിങ്ങനെ ഇരിക്കുകയാണ് പോകാനായിട്ട്. ഇവരമ്മ വണ്ടി കയറി കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. അപ്പോഴ് അമ്മ താണ്ടെ ഇവിടെ വന്നിരിക്കുന്നു. ഇതാണ് മക്കളെ പത്തനംതിട്ട ജില്ലയിലെ അതിപ്രശസ്തമായ മലയാലപ്പുഴ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് അമ്മയിന്ന് വന്നിരിക്കുന്നത്. അപ്പോഴമ്മ തൊഴുതിറങ്ങി അമ്മ അമ്പലത്തിൽ കയറി തൊഴുന്നിട്ട് ഇറങ്ങിയിട്ട് താണ്ടെ കടയിൽ കയറി പൊറോട്ടയും കറിയും കഴിക്കുകയാണ്. പൊറോട്ടയും മുട്ടക്കറി ശക്തിയാണ്. അപ്പം കഴിച്ചിട്ടെ. അപ്പം അമ്മ യാത്രയൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്ന് കുളിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴ് ഇനി അമ്മയ്ക്ക് വിളക്ക് കത്തിക്കണം. എന്നിട്ട് അമ്മയ്ക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകണം. അപ്പം അമ്മ വിളക്കൊക്കെ കത്തിച്ച് ഒരുങ്ങട്ടെ. കല്യാണ ഫംഗ്ഷൻ അവിടെ എത്തുമ്പോൾ അമ്മ കാണിക്കും. അങ്ങനെ അമ്മ കല്യാണ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തി മക്കളെ. ഇതാണ് ചെറുക്കനും പെണ്ണും. നാളെയാണ് ഇവരുടെ കല്യാണം. അപ്പോൾ ആ കല്യാണമൊക്കെ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് ഇനി അമ്മ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് അമ്മ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മ കടന്നുറങ്ങാൻ പോവുകയാണ്. അമ്മയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ്, അതുകൊണ്ട് അമ്മ ഉറങ്ങുകയാണ്. നാളെ ഇനി അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.